എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യോഗയാണോ ജിമ്മാണോ നിങ്ങൾക്ക് നല്ലത്? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പല ആളുകൾക്കും പല ഉത്തരമായിരിക്കും. കാരണം പല ആളുകളും പല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആരോഗ്യപരമായ രീതിയിൽ രോഗം പ്രിവെൻറ്റ് ചെയ്യാൻ, ഹെൽത്ത് ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ, ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷനൊക്കെ ബെറ്ററായി നിലനിർത്താൻ ഏതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങൾ വെച്ച് നമുക്ക് തുടങ്ങാം. വെയിറ്റ് റിഡക്ഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ യോഗ ചെയ്യുന്നൊരു വ്യക്തി കലോറി ബേൺ ചെയ്ത് വെയിറ്റ് കുറക്കാൻ പറ്റും. അതേസമയം ആളുടെ ഹോർമോണൽ ലെവൽ നോർമൽ ചെയ്യാൻ പറ്റും. അതുപോലെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈറ്റിംഗ് ഹാബിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ആഹാരങ്ങളാണ് കഴിക്കുന്നത്, എത്രത്തോളം അളവിലാണ് കഴിക്കുന്നത്, ഇതൊക്കെ മോഡറേറ്റ് ചെയ്ത് നിൽക്കാൻ യോഗ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി അതേസമയം നിങ്ങൾ ജിമ്മാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കലോറി ബേൺ ഔട്ട് ചെയ്യുന്ന കാര്യത്തിൽ ജിമ്മാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ 45 മിനിറ്റ് ജിമ്മ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 500 കലോറി വരെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ യോഗയാണ് ഇത്ര തന്നെ ഡ്യൂറേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കലോറി ഒരുപക്ഷെ 300 ആയിരിക്കും മാക്സിമം ബേൺ ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ലോങ് ടേം നമുക്ക് നോക്കുന്ന സമയത്ത് ജസ്റ്റ് കലോറി ബേൺ ഔട്ട് മാത്രമല്ല നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹോർമോണൽ ബാലൻസ്, മെറ്റബോളിസം, ഈറ്റിംഗ് ഹാബിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെയിറ്റ് റിഡക്ഷൻ ആസ്പെക്റ്റിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, വെയിറ്റ് റിഡക്ഷനാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജിമ്മ് ട്രൈ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, അത് ബെനിഫിറ്റ് ചെയ്യും. അതേസമയം യോഗ കൂടി അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയാനും, നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാനും, മെറ്റബോളിസം കൺട്രോൾ ചെയ്യാനും, ഈറ്റിംഗ് ഹാബിറ്റ്, ക്രേവിങ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നൊരു മെത്തേഡായിരിക്കും. ഇനി ഹൃദയരോഗങ്ങൾ വരാതിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പോൾ ഹൃദയരോഗങ്ങളും അതേപോലെ രക്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോക്ക് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ബെസ്റ്റ്? അപ്പോൾ യോഗയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ യോഗ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. ഹൃദയത്തിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇൻറ്റൻസ് ആക്ടിവിറ്റികളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശരീരം കൂടെ ഒരുപാട് അധ്വാനിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഭാരമൊക്കെ എടുത്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ഫിസിക്കൽ എക്സസൈസ് വേണ്ട ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജിമ്മായിരിക്കും ബെറ്റർ. കാരണം നിങ്ങളുടെ ഹാർട്ടിന് ഒരു എക്സ്ട്രാ ലോഡ് കൊടുത്തുകൊണ്ട് അതിനെ ട്രെയിൻ ചെയ്യുന്നതിൽ ജിമ്മാണ് ഏറ്റവും ബെറ്റർ. സോ ഇൻറ്റൻസീവായ ആക്ടിവിറ്റികളിൽ ജിം ഓൾവേസ് ഒരു പടി മുന്നിൽ തന്നെയാണ്. പക്ഷേ യോഗക്ക് അവിടെ മറ്റൊരു ഗുണം കൂടിയുണ്ട്. യോഗ നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ആക്ടിവിറ്റികളിൽ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറക്കുന്നത് വഴി നിങ്ങളുടെ രക്തക്കുഴലിൻ്റെ ഉൾഭാഗത്തുള്ള എൻഡോത്തീലിയം എന്ന് പറയുന്ന ഒരു കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിൻ്റെ ഇൻഫ്ലമേഷൻ കുറക്കാനും അത് മുഖേന അതിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഒരുപാട് രക്തക്കുഴലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖം, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ഹൃദയത്തിൽ ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ ബ്ലോക്കായി സ്ട്രോക്ക് വരിക, വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരിക, ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്കും പിന്നിൽ എൻഡോത്തീലിയം ഡിസ്ഫങ്ഷൻ, അതായത് ആ എൻഡോത്തീലിയം എന്ന കവറിങ് പ്രോപ്പറായി വർക്ക് ചെയ്യാത്തത് വളരെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് നിൽക്കാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ യോഗ വളരെ മികച്ചതാണ്. ഇൻറ്റൻസീവായ രീതിയിൽ നിങ്ങൾ ഹൃദയത്തെ ട്രെയിൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ലോങ് ടേം ആയി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണം, രക്തക്കുഴൽ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യോഗ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. ജിമ്മായാലും യോഗയായാലും നല്ലത് തന്നെയാണ്. രണ്ടും കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം ഗുണം കിട്ടുന്നൊരു കാര്യം കൂടിയാണ്. ജിമ്മ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് ആവാനും നിങ്ങളുടെ ബോണിൻ്റെ ഡെൻസിറ്റി കൂടാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അതേസമയം യോഗ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജോയിൻറ്റ് സ്ട്രെങ്ത് ചെയ്യാം, ജോയിൻറ്റ് പെയിനൊക്കെ വരുന്ന സാധ്യതകൾ കുറക്കാൻ പറ്റും, ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ പറ്റും, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇൻഫ്ലമേഷൻ കുറക്കാൻ പറ്റും, അതുപോലെ ഹോർമോൺ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ട് ഉണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് വളരെ നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇനി കൺവീനിയൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിലാണ് ഈ യോഗ ആയിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്കൊരു യോഗ മാറ്റ് എടുത്തുകൊണ്ട് ഒരു 30-40 മിനിറ്റ് ഈസി ആയിട്ട് സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ജിമ്മ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജിമ്മിന് പലതരത്തിലുള്ള എക്യുപ്മെൻറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം എടുക്കും. ഓരോന്നിന് ശേഷം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യങ്ങൾ വരും. അതുമാത്രമല്ല ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എക്സസൈസും വരുന്നുണ്ട്, അതിനുശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പം
സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ജിമ്മാണ്. ഇനി ക്യാഷ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ യോഗ ട്രെയിനേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഓൺലൈൻ യോഗകൾ ഏകദേശം 400 രൂപ 500 രൂപക്കൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് പേര് വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ യോഗ ചെയ്യുന്നവരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതേസമയം തന്നെ നിങ്ങൾ എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന സമയത്ത് നോക്കൂ, എക്യുപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു യോഗ മാറ്റ് മാത്രം മതി. പക്ഷേ നിങ്ങൾ ജിമ്മാണെങ്കിൽ ജിം എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ഇനി നിങ്ങളൊരു ജിം സെൻറ്ററിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവിടെ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീ ആണെങ്കിലോ യോഗയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യ ലെവൽ എന്താണ് ഇപ്പോൾ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഗുരുതരപരമായിട്ടുള്ള അസുഖം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നാച്ചുറോപ്പതി ആൻഡ് യോഗ പ്രാക്ടീസ്, പ്രത്യേകിച്ച് BNOYS ഡോക്ടേഴ്സിനാണ് നിങ്ങൾ ഈ കാര്യത്തായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് ചെയ്യാൻ പറ്റും. ഏതെല്ലാം യോഗ ആസനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പാടില്ലാത്ത ആസനങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങളുടെ അസുഖത്തിന് പ്രിഫറൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞുതരാൻ ഒരു BNOYS ഡോക്ടറിന് പറ്റും. സോ ആ രീതിയിലും നിങ്ങൾ ഒന്ന് നോക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല ഗുണപരമായ കണ്ടൻസുകൾ ഇനിയും വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.